സേവന രംഗത്ത് ചരിത്രം രചിച്ചുകൊണ്ട് അരുവിത്ര ലയൺസ് ക്ലബ്ബ് 14-ാം വർഷത്തിലേക്ക്. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തപ്പെട്ടു. അരുവിത്ര 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും പുതിയ മെമ്പർമാരെ ചേർക്കലും 2025 ജൂലൈ 24 വ്യാഴം വൈകിട്ട് 6:30 ഭരണങ്ങാനം ഓശാന മൗണ്ടിൽ നടത്തപ്പെട്ടു. വിവിധ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു പരവരാഗത്തിന്റെ അധ്യക്ഷതയിൽ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നിർവഹിച്ചു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരെ ചേർക്കലും മുൻ ഗവർണർ ജോയ് തോമസ് പൗവത്ത് നിർവഹിച്ചു. വി സേർവ് എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് 1917 ജൂൺ 7-ാം തീയതി മെൽവിൻ ജോൺസിന്റെ നേതൃത്വത്തിൽ ചിക്കാഗോയിൽ ആരംഭിച്ച ലയൺസ് ക്ലബിന്റെ പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ്. ലയണസത്തിൽ ആകൃഷ്ടമായ 21 പേർ ചേർന്ന് 2011 അരുവിത്രയിൽ ആരംഭിച്ച ലയൺസ് ക്ലബ് ഓഫ് അരുവിത്ര സേവനത്തിന്റെ വെള്ളിത്തേരിൽ മഹത്തായ 14-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ കാലയളവിൽ ഡിസ്ട്രിക്ട് 318Bയിലെ മുൻനിര ക്ലബ്ബുകളിൽ ഒന്നായി വളരുവാൻ സാധിച്ചു. ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും മികച്ച ക്ലബ്ബ്, ഏറ്റവും നല്ല പ്രസിഡന്റ്, ഏറ്റവും മികച്ച സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ ഇവയിൽ ഏതാനും ചിലത് മാത്രം. ഈ വർഷം 10 സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് പുതിയ ഭാരവാഹികൾ സ്ഥാനമേൽക്കുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് മനേഷ് ജോയ് കല്ലറക്കലും സെക്രട്ടറിയായി ടിറ്റോ മാത്യു തെക്കേലും അഡ്മിനിസ്ട്രേറ്ററായി പ്രിൻസൻ ജോർജ് പറയൻകുഴിയിലും ട്രഷററായി സ്റ്റാൻലി മാത്യു തട്ടാമറമ്പിലും സ്ഥാനമേറ്റു. കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനത്തെ മാനിച്ച് ലയൺസ് 318B ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടത്തെയും ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു പരവരാഗത്തിനെയും ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ റോയ് തോമസ് കടപ്ലാക്കലിനെയും ലിനു കെ ജോസിനെയും സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLAയും മുൻ ഗവർണർ ജോയ് തോമസ് പൗവത്തും ചേർന്ന് ആദരിച്ചു. We salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us will shoulder one's responsibilities of a good citizen. Its history, written letters of gold, inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course, and that each individual amongst us shall make genuine effort to add to its luster and glory, and make it fly proudly aloft in the community of nations. Jai Hind. Let's silently pray. ഫണ്ടുകൊണ്ട് നല്ല ബിൽഡിംഗ് ഒക്കെ തീർത്ത് തീക്കോയിൽ തിളങ്ങി നിൽക്കുന്ന ആ സ്കൂളിനും നമ്മൾ അരുവിത്ര ലയൺസ് ക്ലബ്ബ് ഒരു കൈത്താങ്ങ് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ മേരികാവിൽ വീട് മുകളിൽ മേൽക്കൂരയെല്ലാം പോയിരുന്ന ഒരു വീടിന് അവർക്ക് ആ വീട് മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് നമ്മൾ അതിനുള്ള ധനസഹായം നമ്മൾ കൊടുത്തു. അതുപോലെ ഡയാലിസിസ് രോഗികൾക്ക് നമ്മൾ ഡയാലിസിസ് കിറ്റുകൾ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഇന്നും കൊടുക്കുന്നുണ്ട് ഡയാലിസിസ് കിറ്റുകൾ. പിന്നെ നമ്മൾ ഇനി നാളെ ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മള് മെയിനായിട്ട് നമ്മൾ 900 കുട്ടികൾക്കുള്ള ഒരു യൂത്ത് എംപവർമെന്റിന്റെ ഒരു ക്ലാസ് പാലാ സെന്റ് തോമസ് കോളേജില് അവിടെ ഈ വർഷത്തെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം ആയിട്ട് നടക്കാൻ പോവുകയാണ്. 900 കുട്ടികൾക്കുള്ള ഇന്റർനാഷണൽ ഫാക്കൽറ്റി ചെറിയാൻ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്ലാസ് ആണ് നാളെ നടക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനം ഏറ്റെടുക്കുന്ന ആ ചടങ്ങ്, അതിന് നമ്മളൊരു നല്ല കാര്യം ചെയ്തുകൊണ്ട് വേണം അത് തുടങ്ങാനെന്ന് അരുവിത്ര ലയൺസ് ക്ലബ്ബിലെ ബോർഡ് മെമ്പർമാർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് നാളെ നമ്മളെല്ലാവരും പാലാ മരിയ സദനത്തില് 468ഓളം അന്തേവാസികൾ അവിടെ ഉണ്ട്, നമുക്കറിയാം. അവർക്കും അവിടുത്തെ സ്റ്റാഫിന് അവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഒരു നല്ല ജീവിത ശൈലി രോഗത്തിനെ പറ്റിയുള്ള നല്ലൊരു ക്ലാസ്സും അവരോടൊപ്പം ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ഇന്നത്തെ പുതിയ ഭാരവാഹികളുടെ പ്രവർത്തനം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ 2 പ്രോഗ്രാമുമാണ് നാളെ നമുക്ക് നടക്കാൻ പോകുന്നത്. ഇത് കൂടാതെ നമ്മൾ ഈ ഓർഫനേജിലെ കുട്ടികളെയും കൊണ്ടുള്ള ടൂറുണ്ട്. അതുപോലെ ഓണത്തിന് ഓണക്കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ വർഷവും ഡിസ്ട്രിക്റ്റും ഇന്റർനാഷണലും പറയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അരുവിത്ര ലയൺസ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അരുവിത്ര ലയൺസ് ക്ലബ്ബിലെ നമ്മുടെ റോയ് തോമസ് കടപ്പിലാക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. അദ്ദേഹമാണ് നമ്മുടെ ഈ അരുവിത്ര ലയൺസ് ക്ലബ്ബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് മുടക്കി ഒരു വർഷം ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപയുടെ ചാരിറ്റി ചെയ്യാനായിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അദ്ദേഹം മുടക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ലയൺ മെമ്പേഴ്സ് എല്ലാം, ഓരോ ബോർഡ് മെമ്പേഴ്സും പേര് പറഞ്ഞാൽ എല്ലാവരുടെയും പേര് പറയണം. അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബോർഡ് മെമ്പർമാരെയും ലയൺ മെമ്പർമാരെയും പ്രത്യേകം ഓർക്കുകയാണ്. കാരണം ഈ വർഷം ചെയ്ത നല്ല കാര്യങ്ങൾ, ഈ കഴിഞ്ഞു പോയ വർഷത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ച നല്ല കാര്യങ്ങളെ ഓർത്ത് നമുക്ക് തീർച്ചയായിട്ടും
അവരോടും ദൈവത്തോടും നമുക്ക് നന്ദി പറയാം. കാരണം അത്രയും നല്ല രീതിയിലുള്ള പുണ്യപ്രവൃത്തികളാണ് അരുവിത്തറ ലയൺസ് ക്ലബിന് ചെയ്യാനായിട്ട് സാധിച്ചത്. ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ സുവിചേട്ടൻ പറഞ്ഞിരിക്കുന്നുണ്ട്. അരുവിത്തറ ലയൺസ് ക്ലബിന്റെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു അരുവിത്തറ ലയൺസ് ക്ലബ്ബ് ചെയ്തിരിക്കുന്നതും ഡിസ്ട്രിക്ട് 318 നിന്ന് അരുവിത്തറ PSIT-മാരെ വിളിക്കുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും 100% പ്രോഗ്രാമുകൾക്കും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാ സ്നേഹവും സന്തോഷവും എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കത് സാധിച്ചത്. അതുപോലെ അരുവിത്തറ ലയൺസ് ക്ലബ്ബിൽ നിന്ന് കഴിഞ്ഞ 24-25 വർഷത്തിൽ ചെയ്ത കുറെ കാര്യങ്ങൾ സുവിചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായി. എങ്കിലും ഞാൻ അത് ഒന്നുകൂടി പറയേണ്ട കാര്യങ്ങൾ ഉണ്ട്. കാരണം അരുവിത്തറ ലയൺസ് ക്ലബ്ബ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയുന്നതിനും പുതുതായിട്ട് നമ്മുടെ അരുവിത്തറ ലയൺസ് ക്ലബ്ബിൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ അരുവിത്തറ ലയൺസ് ക്ലബ്ബിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും അതുവഴി അവർ വഴിയായിട്ട് നമുക്ക് അടുത്ത വർഷങ്ങളിൽ കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട റോയ് സാറാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. റോയ് സാറ് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ മാത്സ് വിഭാഗ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ തന്നെയാണെങ്കിലും അരുവിത്തറ ലയൺസ് ക്ലബ്ബിന് വേണ്ടി പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനും എല്ലാ പ്രോഗ്രാമുകൾക്കും വന്നെത്തുന്നതിനും അരുവിത്തറ ലയൺസ് ക്ലബ്ബിലെ ഒരു നല്ല മെമ്പർ എന്ന രീതിയിൽ റോയ് സാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സുവിചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഓണത്തോടനുബന്ധിച്ച് ഏകദേശം 1000 രൂപ വിലയുള്ള 110ഓളം ഓണക്കിറ്റുകളാണ് അരുവിത്തറ ലയൺസ് ക്ലബിന്റെ വകയായിട്ട് റോയ് സാറിന്റെ പ്രിയ പിതാവിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അന്ന് അവിടെ ഓണത്തിനോടനുബന്ധിച്ച് വിതരണം ചെയ്തത്. അതുപോലെ നഴ്സിംഗ് സ്കൂൾ പഠിക്കുന്ന സ്റ്റുഡന്റിന് പഠന സഹായം, ചികിത്സാ സഹായം, വീട് മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം ചെയ്തതിന് ഏകദേശം സുവിചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രോജക്റ്റുകളാണ് അരുവിത്തറ ലയൺസ് ക്ലബ്ബ് വഴിയായി റോയ് സാർ ചെയ്തിരിക്കുന്നത്. അതിന് റോയ് സാറിന് നമുക്ക് നല്ലൊരു, ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ഇപ്പൊ തന്നെ എത്തിച്ചേരും പറയാം. റോയ് സാറിന് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കുന്നോന്നയിൽ ഒരു സുവിചേട്ടൻ പറഞ്ഞതാണ്, ഒരു വീട്, ഒരു ക്യാൻസർ ബാധിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് അയാൾക്ക് അതിനകത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ച് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ അതിന് ചെലവഴിക്കുകയുണ്ടായി. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ദുരിതം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, പിന്നോക്കം നിൽക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് സർവീസ് ചെയ്തു കൊടുക്കുക. അത് 2 ആസ്പെക്റ്റിലുണ്ട്. ഒന്ന്, ഒരു വീടില്ലാത്തവന് വീട് വെച്ചു കൊടുത്തു, രോഗം ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാത്ത ഒരാൾക്ക് ചികിത്സയ്ക്ക് സഹായം കൊടുത്തു, അല്ലെങ്കിൽ നിർധനയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വിവാഹ ധനസഹായം നൽകി. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും വേണ്ടതാണ്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ഇവിടെ പറയുന്ന പോലെ യൂത്ത് എംപവർമെന്റ്, സ്കൂളുകൾക്ക് പ്രോത്സാഹനം നൽകുക. നമ്മളൊരു നാടൻ പഴഞ്ചൊല്ലില്ലേ, നമുക്ക് എല്ലാ കാലത്തും മീൻ വാങ്ങിക്കൊടുത്ത് ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ അവരെ ചൂണ്ടയിടാൻ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവർ സ്വയം മീൻ പിടിക്കാൻ പ്രാപ്തരാക്കി മാറ്റുക. ആ ആസ്പെക്റ്റിലായിരിക്കണം നമ്മുടെ സർവീസ് പ്രോജക്റ്റുകളുടെ ഒരു ഊന്നൽ. രണ്ടും വേണം, ബാലൻസ്ഡ് ആവണം. പക്ഷെ ഇങ്ങനെ സഹായങ്ങൾ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ, നീഡി ആയിട്ടുള്ള ആവശ്യത്തെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതോടൊപ്പം ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള കൈത്താങ്ങും പിന്തുണയും പ്രോത്സാഹനവും അതിന് ഒരു പടി കൂടി മുന്തിയ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഒരു ജനപ്രതിനിധി. നിലവിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ ശ്രീ മനോജിന്റെ ടീമിനും അതുപോലെ തന്നെ പുതുതായി പ്രസിഡന്റായി കടന്നു വരുന്ന പ്രിയപ്പെട്ട ശ്രീ മനേഷിന്റെയും 1-2 അക്ഷരത്തിന്റെ മാറ്റം മാത്രമേ ഉള്ളൂ ടീമിനും എല്ലാ ആശംസകളും നേരുന്നു. പഴയ ടീം തുടങ്ങി വെച്ച നല്ല പ്രവർത്തികളെല്ലാം പുതിയ ടീമിന് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, കൂടുതൽ പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. പ്രത്യേകിച്ച് പുതുതായി കടന്നു വരുന്ന 13 അംഗങ്ങളെയും നിങ്ങളുടെ ആ ഹാർഡ് കോറിലേക്ക്, നിങ്ങളുടെ ആ മുഖ്യധാരയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോരോരുത്തരെയും ശരിയായ ലയനായി മാറ്റി തീർക്കുന്നതിന് അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനുള്ള വലിയൊരു ദൗത്യം, ഈ ക്ലബിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഊർജമാവേണ്ട ഒരു ദൗത്യം കൂടി പുതിയ ഭാരവാഹികൾക്കുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടന്നിക്കൊണ്ട് ഈ നല്ല ദിനത്തിൽ നടത്തുന്ന ഈ സർവീസ് പ്രോജക്റ്റുകളുടെ എല്ലാം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയിലായണി.
ഹലോ, ഡയാലിസിസ് മേടിക്കാനായിട്ട് കിറ്റ് മേടിക്കാൻ വന്നിരിക്കുന്നവർ മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. അതുപോലെ ഇന്ന് 3 പേരെ ഇവിടെ ആദരിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് Now I request dignitaries to honor Lino Keta Thomas. President's Certificate of Appreciation 10 times consecutively, and International President's Leadership Medal and Gold Medal. PMJF Lion Joey Thomas is a graduate of Senior Lions Leadership Institute at Colombo. As District Cabinet Secretary during 2011-2012, first time in the history of our district, a website was launched with the facility that club officers could go online to view their ranking. During his governorship in 2016-2017, Centennial Leadership Institute and Administrative Complex has been completed and inaugurated, a facility going to be a landmark in the history of District 318B. PMJF Lion Joey Thomas is associated with various cultural and social activities at Kumaragam and Kottayam. He is a member of Kottayam Club, Country Club of Cochin, Haidusa Club of Kottayam, Gold and Silver Merchants Association, Knanaya Social Forum, YMCA, and World Malayali Council. He is a patron and board member of District Lions Charitable Trust Eye Hospital. He was elected as the Multiple Council Secretary of Multiple 318 on 2017-2018. Presently, he is the Multiple Coordinator. He is married to PMJF Lion Ashwati Joy, who was Lioness District President in 2012-2013. The couple is blessed with a son and 2 daughters. Thank you. ഹാൻഡിൽ പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡിൽ പൊക്കി പിടിക്കുക, വലത് കൈ പൊക്കി പിടിക്കുക. ലയനസുകൾ ഓത്തെടുക്കണമെന്നില്ല, ലയൻസ് ആണ് ഓത്തെടുക്കേണ്ടത്. ലയൻ ആകാൻ പോകുന്നതിനാണ് ഓത്തെടുക്കേണ്ടത്. ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് പറയുക. ഐ ഡു ഹിയർ ബൈ accept membership in the Lions Club of Arivithara, knowing that such membership encourages me to participate in functions of the club to the best of my ability. I will abide by the Lions Code of Ethics and contribute my share to the program of my club, district and Lions Clubs International. Friends, I proudly announce that these gentlemen are become the Lions Club, members of the Lions Club of Arivithara and the member of Lions Clubs International. Just put your hands together, my dear friends. ഇന്ന് മുതൽ നിങ്ങളുടെ പേരിന്റെ മുമ്പിൽ ലയൺ സോ ആൻഡ് സോ എന്നായിരിക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ പേരിന് മുമ്പിൽ ലയണസ് സോ ആൻഡ് സോ എന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ പേരിന് മുമ്പിൽ ലിയോയും കപ്സും അക്കോർഡിംഗ് ടു ദ ഏജ് അവരുടെ പേരിന് മുമ്പിൽ അങ്ങനെയായിരിക്കും അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇവരെ സ്പോൺസേഴ്സ് ആരൊക്കെയാണ്? സ്പോൺസേഴ്സ് സിബി തന്നെ 5 പേരുണ്ട്, അല്ലെ? 5 പേര്. ഐ റിക്വസ്റ്റ് സ്പോൺസേഴ്സ് to adorn the lapel pins, please. മനീഷ് പെട്ടെന്ന് തന്നെ അവരെ ലേപ്പൽ പിൻസ് ഇടിച്ചുള്ള. നിങ്ങൾക്ക് ഇന്റർനാഷണലിന് വേറെ ലയൻസിന്റെ പിന്നും അതോടൊപ്പം തന്നെ ലയൻസിന്റെ ലോഗോയും അതോടൊപ്പം നമ്മൾ കാറിൽ ഒട്ടിക്കാവുന്ന സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ വരും. ഇപ്പം നിങ്ങൾക്ക് തൽക്കാലം പിന്ന് തരുന്നത് മാത്രമേ ഉള്ളൂ. വേറെ കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേറ്റർ അടുത്ത മീറ്റിംഗിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വേഗം കൊത്തിക്കൊടുത്തു കേട്ടോ.
സമയം കളയണ്ട, പെട്ടെന്ന് കുത്തിക്കൊടുത്തോ. തിരികെ മേടിച്ചു തിരികെ അടുപ്പിക്കും, കുഴപ്പമില്ല. എത്ര പേരാ സ്പോൺസേഴ്സ് ഉള്ളത്? 4 സിബി, എത്ര സ്പോൺസേഴ്സ് ആണുള്ളത്? ഓർത്തെടുത്തോ, കുത്തിക്കൊടുത്തിട്ട് പെട്ടെന്ന് ഓർത്തെടുത്തോ. ഇത്രയും മെമ്പേഴ്സിനെ ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് സ്പോൺസർ ചെയ്ത്. നേരത്തെ പറഞ്ഞില്ലേ, ലയൺസ് ക്ലബിൽ മാത്രം മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ഇൻവിറ്റേഷനിലൂടെ മാത്രമേ കിട്ടിയുള്ളൂ. നേരത്തെ എന്റെ ബയോഡേറ്റ വായിച്ചപ്പോൾ ഞാൻ കോട്ടയം ക്ലബിലെ മെമ്പറാണ്, ഹദൂസിയ ക്ലബിലെ മെമ്പറാണ്, രാമവർമ്മ ക്ലബിലെ മെമ്പറാണ്. പക്ഷെ അവിടെ എല്ലാം നമുക്ക് പണം കൊടുത്താൽ മെമ്പർഷിപ്പ് കിട്ടും, കൊണ്ട് പൈസ കൊടുത്താൽ മാത്രം മതി. പക്ഷെ ഇവിടെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് മെമ്പർഷിപ്പ് കിട്ടിയത്. അപ്പൊ ഇൻവിറ്റേഷനിലൂടെ മാത്രമേ ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. കുത്തി കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവിടെ നിന്നോ, സ്പോൺസേഴ്സ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഓർത്തെടുത്തോ. Membership committee chairperson performing duties to the best of their ability. Thank you. Now, IPP and service chairperson Manoj Mathew. Then Manoj Mathew, you have been elected to serve as the immediate past president and service chairperson. Will you, as the IPP and service chairperson, performing duties to the best of your ability? Thank you. Now then, second vice president and first vice president, Dijo Platotam and George Win. നിങ്ങളുടെ രണ്ടുപേരും ഉണ്ടോ? ഓക്കെ. നിങ്ങളുടെ പ്രോട്ടോകോൾ അനുസരിച്ച് മീറ്റിംഗ് ഇല്ലാത്ത, പ്രസിഡന്റ് ഇല്ലാത്ത മീറ്റിംഗിൽ നിങ്ങൾ പ്രിസൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. സോ വിൽ യു ആസ് എ വൈസ് പ്രസിഡന്റ് പെർഫോമിംഗ് ഡ്യൂട്ടീസ് ടു ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി? താങ്ക് യു. നൗ മറ്റേ അദ്ദേഹം വന്നോ? ജോർജ് വന്നോ? ഇല്ല. ഓക്കെ. ട്രഷറർ ലൈൻ സ്റ്റാൻലി മാത്യു. Treasurer Lion Stanley Mathew, you have been elected to serve as a treasurer of the club. അല്ലേ? എല്ലാ ബോർഡ് മീറ്റിങ്ങിലും കണക്ക് വായിക്കുകയും 3 മാസം കൂടുമ്പോൾ ജനറൽ ബോർഡ് വെച്ച് റാറ്റിഫൈ ചെയ്യുകയും ചെയ്യണം. താങ്കൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചു വരട്ടെ. So will you perform to the best of your ability? Thank you. Please be seated. And Administrator Lion Princeton George. Lion Princeton, you have been elected to serve as an administrator. അല്ലേ? ജോയിന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ് താങ്കൾക്കുള്ളത്. സെക്രട്ടറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് താങ്കൾക്കുള്ളത്. സോ വിൽ യു ഡു ദാറ്റ്? താങ്ക് യു. പ്ലീസ് ബി സീറ്റഡ്. സെക്രട്ടറി ലൈൻ ടിറ്റോ ടി മാത്യു. ലൈൻ ടിറ്റോ ടി മാത്യു, യു ഹാവ് ബീൻ ഇലക്ടഡ് ടു സെർവ് ആസ് സെക്രട്ടറി ഓഫ് ദ ക്ലബ്. അല്ലേ? എന്താ സെക്രട്ടറി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി? അല്ലേ? PSC സ്കൂളിൽ പോയായിരുന്നല്ലോ അല്ലേ? യു നോ ദാറ്റ്. സോ വിൽ യു ആസ് എ സെക്രട്ടറി പെർഫോമിംഗ് ഡ്യൂട്ടീസ് ടു ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി? താങ്ക് യു. Now today's man of manners is Manesh Jose Kallarakkal. Please come forward. Like Manesh, just invite your spouse also. Manesh Jose Kallarakkal. Spouse's പേരെന്താ? Ruby Manesh, please come forward. ഈ ക്ലബിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് താങ്കളെ ഇൻസ്റ്റോൾ ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ നല്ല രീതിയിൽ ഈ ക്ലബിനെ സ്നേഹത്തോടെയും സഹോദരത്തെയും കൊണ്ടുവന്ന് ഞാൻ വിശ്വസിച്ചോളെ. സോ വിൽ യു ആസ് ദ പ്രസിഡന്റ് പെർഫോമിംഗ് ഡ്യൂട്ടീസ് ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി? താങ്ക് യു. ഇതൊരു ലൈറ്റ് വെയ്റ്റ് വെപ്പനാണ്. സുതാര്യതയോടുകൂടിയും സ്നേഹത്തിൻ്റെയും നമ്മുടെ ആയിട്ടുള്ളൊരു ഒരു ഉപകരണമാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്നേഹത്തിൻ്റെയും അധികാരത്തിൻ്റെയും ചിഹ്നമാണ്. ഇത് വേണ്ടപ്പോൾ മാത്രം ഉപയോഗിക്കുക. വളരെ സ്നേഹത്തോടെ ഞാനിത് താങ്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. Just put your hands together, my dear friends. And we request the immediate past president to exchange the collar to the newly installed president and invite him to the dais, please. Okay. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ലൈൻ മെമ്പേഴ്സ് ഇതിനകത്തിരിപ്പുണ്ടോ? അതിന് അരുവിത്തറ ലയൺസ് ക്ലബിലെ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ലയൺ മെമ്പർമാരോട് ഇരിപ്പുണ്ടോ? ഇല്ല. ഓക്കെ. സോ ഇന്ന് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തവരെല്ലാം 2025-26 ഓഫീസ് ബെയറേഴ്സിനെ പ്രോപ്പറായി
ഇൻസ്റ്റോൾ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജസ്റ്റ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ മൈ ഡിയർ ഫ്രണ്ട്സ്. ാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് 4-5 വർഷം മുമ്പ് ഇതുപോലെ മെഴുകുതിരിയൊക്കെ കൈ പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നു ജോയ് തോമസ് സാറ് തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതായിരുന്നു. അപ്പം ആ ജോയ് തോമസ് സാറിൻ്റെ ഇതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ 5 വർഷം ഇത് വർക്ക് ചെയ്തു. നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഓരോ വർഷവും ഞാൻ നോക്കിയിട്ട് ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അരുവിത്തറ ലയൺസിനെ ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ ചീഫ് കോർഡിനേറ്ററായ സിബിച്ചേട്ടനാണ് ഈ ക്ലബിൻ്റെ നട്ടല്. കാരണം ഓരോ പ്രോഗ്രാമും അതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ കോർഡിനേഷൻ്റെ കാര്യങ്ങൾ സിബിച്ചേട്ടനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം സേവനം എന്ന് പറഞ്ഞാൽ 100% ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് സിബിച്ചേട്ടന്. അതുപോലെ നമ്മുടെ ഈ മറ്റുള്ള അംഗങ്ങൾ അരുവിത്തറ ക്ലബിനെ ഉദ്ദേശിച്ച് ഞാനും ഈ പറഞ്ഞ പോലെ ആദ്യം ലയൺസ് ക്ലബ്ബ് ഞാൻ പണ്ട് JCCയിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് പോകുമായിരിക്കും. ഇത് അരുവിത്തറ ക്ലബിനെ ഉദ്ദേശിച്ച് അങ്ങനെയല്ല. ഓരോ വർഷവും മികച്ച പ്രവർത്തനങ്ങളും മികച്ച കാഴ്ചപ്പാടുകളെയും ദീർഘവീക്ഷണത്തോടെ ഞാൻ ജൂൺ 1 തീയതി മുതൽ ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിന് കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടറിയാണ് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമുകളിലും പങ്കെടുത്തതാണ്. ജൂൺ 1 മുതൽ തുടങ്ങിയ പരിപാടികൾ ശരിക്കും പറഞ്ഞാൽ നിന്നിട്ടില്ല. നാളെ 2 പ്രോഗ്രാമുണ്ട്. ഇനിയും അടുത്ത പ്രോഗ്രാമുകൾ ഇങ്ങനെ നടക്കുന്നു. കഴിഞ്ഞ ദിവസം മുത്തോലി സ്കൂളിലെ പരിപാടിയെ പറ്റി സുചേട്ടൻ പറഞ്ഞു ഇല്ല. അതായത് കഴിഞ്ഞ ദിവസം മുത്തോലി നല്ല ഒരു ഐ ക്യാമ്പും അതുപോലെ ഒരു നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സും കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. പിന്നെ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, ഒത്തിരി നേരം പോയി. എല്ലാവർക്കും ഏതാണ്ട് ഭക്ഷണത്തിൻ്റെയൊക്കെ സമയത്തേക്ക് ആയിട്ടുണ്ട്. പുതുതായിട്ട് കടന്നു വന്ന മെമ്പർമാർ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അതുപോലെ ഒരു ഗ്രൂപ്പായിട്ടാണ് അരുണിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയല്ല. കാരണം അരുണും ഞാനും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നാണ് ഞങ്ങൾ ഏതാണ്ട് 5 മെമ്പർമാരെ ചേർത്തത്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഏതാണ്ട് അധികം ദിവസങ്ങളൊന്നും മെനക്കെട്ടില്ല. എങ്കിൽ പോലും പെട്ടെന്ന് ഇറങ്ങി ഞാൻ ഒരെണ്ണം കൂടെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ പോയി കണ്ടു, ആൾക്കാരെ ചേർത്തു. വളരെ സന്തോഷമുണ്ട്. അരുണിനോട് എനിക്ക് പ്രത്യേക കടപ്പാടുണ്ട്. പിന്നെ മുൻ പ്രസിഡന്റ് മനോജിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കി നിന്ന് അതുപോലെ വളരെ ഞാൻ ഓർത്ത് മനോജിൻ്റെ ഈ കോൺട്രാക്ട് ഫീൽഡിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നൊക്കെ ഓർത്തു. പക്ഷേ എല്ലാ പ്രോഗ്രാമിലും ആ കറക്റ്റ് സമയത്ത് വരികയും അതുപോലെ ആൾക്കാരെ കൂട്ടി ഇണക്കി അത് നല്ല വൃത്തിയോടെ കൊണ്ടുപോകാനും മനോജിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ലയൺസ് ക്ലബിനെ നയിച്ച് സിബിയോട് ചേർന്ന് നിന്നുകൊണ്ട് സിബിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത മനോജിനും ടീമിനും, അതുപോലെ അടുത്ത ഈ ഒരു വർഷത്തെ പ്രസിഡന്റ് സെക്രട്ടറി മനീഷിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാൻലി ചേട്ടൻ എൻ്റെ ഏറ്റവും അയലോകംകാരനും എൻ്റെ ഏറ്റവും ഒരു ജ്യേഷ്ഠനുമാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ അറിയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. പുതിയ മെമ്പർമാർക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ 27-ാം തീയതി അടൂരിൽ നടക്കുന്ന ഇൻസ്റ്റലേഷൻ സെറമണിയിലേക്ക് മാക്സിമം പുതിയ ആൾക്കാരെ കൊണ്ടുവരിക. എന്താണ് ലയൺസ് എന്നും എന്താണ് ലയൺസ് പ്രസ്ഥാനത്തിന്റെ ആഘോഷമെന്നും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു മഹനീയ സന്ദർഭമാണ് അടുത്ത ഞായറാഴ്ച നമ്മുടെ അടൂരിൽ നടക്കുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് മാക്സിമം ആൾക്കാരെ കൊണ്ടുവരിക. എന്താണ് ലയൺസ് പ്രസ്ഥാനം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊരിക്കലും പുതിയ ആൾക്കാർക്ക് ഒരു നഷ്ടമാകുകയില്ല. ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഇത്രയും വലിയൊരു കുടക്കീഴിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും സുരക്ഷിതരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഇന്റർനാഷണൽ പ്രൊജക്ടുകളെ പറ്റി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിച്ചേട്ടൻ്റെ ക്ലിപ്പ് വന്ന് ഇന്റർനാഷണൽ പ്രൊജക്ടിനെ പറ്റി സംസാരിക്കുന്നത് അതൊരു ശരിയായ നടപടിയെന്ന് എനിക്കറിയാം. വളരെയേറെ സ്നേഹവും സന്തോഷവും എല്ലാ കുടുംബാംഗങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയിലാണി. നമുക്കൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ലയൺസ് ക്ലബിലേക്ക് നമ്മൾ ചേരുന്നത്? എന്താണ് നമുക്ക് പ്രയോജനങ്ങൾ കിട്ടുന്നത്? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കയ്യിൽ നിന്ന് കാശ് പോകുന്നതല്ലാതെ വലിയ പ്രയോജനമൊന്നും ലയൺസ് ക്ലബിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും പറയുന്നു അങ്ങനെയാണ്. നമുക്കൊരു ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകന് സ്റ്റീവ് ജോബ്സ്, അദ്ദേഹം 56-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എഴുതിയ കുറിപ്പ് ഈയിടെ ഫേസ്ബുക്കിൽ കണ്ടപ്പം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പെട്ടെന്ന് തീർത്തോളാം.
കച്ചവട സാമ്രാജ്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വളരെ വിജയങ്ങൾ നേടി. അപ്പോൾ പലരും നോക്കുമ്പോൾ അദ്ദേഹത്തെ വിജയത്തിന്റെ കൊടുമുടി കയറിയ വ്യക്തിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം പറയുകയാണ്, തന്റെ മരണക്കിടക്കയിൽ കൊണ്ട് അദ്ദേഹം, എന്നാൽ ജോലിക്ക് പുറത്ത് സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം സമ്പത്ത് ആർജിക്കുക എന്ന് മാത്രമാണ്. ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് പുനർവിചിന്തനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ സമ്പത്തും അംഗീകാരങ്ങളും ഒക്കെ മങ്ങിപ്പോയിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, വാഹനം ഓടിക്കാൻ ഒരു ഡ്രൈവറെ നമുക്ക് കിട്ടിയേക്കാം, നമ്മുടെ രോഗങ്ങൾക്കും വേദനകൾക്കും പകരം ഒരാളെ നമുക്ക് കിട്ടുകയില്ല. നഷ്ടപ്പെട്ട വസ്തുവിനെ തേടി കണ്ടുപിടിക്കാം, പക്ഷേ ഒന്ന് മാത്രം നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാൻ പറ്റുകയില്ല, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം. അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുക, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒക്കെ അവരോട് നല്ല രീതിയിൽ പെരുമാറുവാനും മാക്സിമം ഇടപഴകുവാനും ശ്രദ്ധിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. $300 വാച്ചും $30 വാച്ചും ഒരേ സമയമാണ് കാണിക്കുന്നത്. വില കൂടിയ കാറിൽ പോയാലും വില കുറഞ്ഞ കാറിൽ പോയാലും എത്താനുള്ള ദൂരം ഒരുപോലെയാണ്. എക്കണോമിക് ക്ലാസ്സിൽ വിമാനത്തിൽ എക്കണോമിക് ക്ലാസ് സഞ്ചരിച്ചാലും സാധാരണ ക്ലാസ് സഞ്ചരിച്ചാലും വിമാനം തകരുമ്പം താഴേക്ക് വീഴുന്ന ഇത് ഒരേപോലെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയാലും മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു, എൻ്റെ സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരിക്കും അവസാനം നമ്മുടെ സന്തോഷമായി മാറുന്നത്. ഈ ലയൺസ് ക്ലബിലും മറ്റുള്ളവർക്ക്, നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് ഈ ഒരു അരുവിത്തറ ലയൺസ് ക്ലബിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലയൺസ് ക്ലബാണെന്ന് നിങ്ങളിൽ എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെ ഇതുമായിട്ട് ഒത്തുചേർന്ന് എന്തുമാത്രം ഈ ലയൺസ് ക്ലബിന് കൊടുക്കാൻ പറ്റും. പലരും ചിന്തിക്കുന്നത് എനിക്ക് ഈ ലയൺസ് ക്ലബിന് എന്ത് കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയില്ല. ക്ലബ്ബ് നന്നായിട്ട് പോകണമെങ്കിൽ എനിക്ക് ഈ ലയൺസ് ക്ലബിന് ഈ വർഷം എന്ത് കൊടുക്കാൻ പറ്റും, ഈ ലയൺസ് ക്ലബിലൂടെ എന്ത് കൊടുക്കാൻ പറ്റും, ആ ഒരു ചിന്തയിലൂടെ ഈ ക്ലബിന് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അത് ഇനിയും വരുന്ന പ്രസിഡന്റുമാരുടെയും പ്രത്യേകിച്ച് മനേഷിന്റെ നേതൃത്വത്തിലുള്ള ആ ടീമിന് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സമയം ഒത്തിരി ദീർഘിച്ചു, അതിന് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് ശ്രീ മനീഷിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. പല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഉള്ള പ്രത്യേക നന്ദി ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെ ഇൻസ്റ്റലേഷൻ കർമ്മം നിർവഹിച്ച നമ്മുടെ ജോയി തോമസ് സാറിനെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് തന്നെ നമുക്ക് അറിയാം. കാരണം നമ്മളോടൊപ്പം എന്നും നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും നമ്മളോടൊപ്പം നമുക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് നമ്മളിൽ ഒരാളായിട്ട് എപ്പോഴും നമ്മളോടൊപ്പം കടന്നു വന്ന് നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തരുന്ന അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ അരുവിത്തറ ലയൺസ് ക്ലബിൻ്റെ പേരിലുള്ള തീരാത്ത നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബിചേട്ടനെ കുറിച്ച് നാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനും പറഞ്ഞത് ഇനി അത് മോശമാക്കി കളയുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് സിബിചേട്ടനെ നമുക്ക് കിട്ടിയത് ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കരുതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും നമ്മളോടൊപ്പം നമ്മുടെ അരുവിത്തറ ലയൺസ് ക്ലബിന് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റ് മനോജ് മാത്യു, അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബോർഡ് മീറ്റിംഗ് കൂടിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു, ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട്, കാരണം അദ്ദേഹത്തിന് ബിസിനസ് വളർത്തുന്ന വ്യവസായമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒത്തിരി തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഞങ്ങളെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ പത്നിയോടുമുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ റീജിയൻ ചെയർമാൻ സതീഷ് നമ്പടാത്ത്, അദ്ദേഹത്തോടും കാരണം അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സൂം ചെയർമാൻ നിക്സൺ അറക്കൽ, അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലബിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ സഹോദര ക്ലബ്ബുകാരായ രാമപുരം, ടെമ്പിൾ, കൊല്ലപ്പള്ളി, പ്രവിത്താനം എന്നീ ക്ലബ്ബുകളുടെ പ്രസിഡന്റുമാർക്കും അവരുടെ കൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഉള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തിക്കൊള്ളുന്നു.